ഒരാൾക്കും നമ്മളെ കൊണ്ടൊരു പ്രയാസവും വരരുത്. മറ്റുള്ളവൻ്റെ സമ്പത്തിൽ നമ്മൾ കൈകടത്തരുത്. അവൻ്റെ അഭിമാനത്തിന് നമ്മളെ കൊണ്ട് പോറലേൽക്കാൻ പാടില്ല. എന്തൊരു വിഷയത്തിൽ നമ്മളൊരു അഭിപ്രായം പറയുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നവൻ്റെ കയ്യടിക്കോ അവൻ്റെ എന്തെങ്കിലും ഒരു മുതലെടുപ്പിനോ വേണ്ടി പറയാൻ പാടില്ല. നല്ലതേ പറയാവൂ, നല്ലതേ വിധിക്കാവൂ, നല്ല രീതിയിലേ സഞ്ചരിക്കാവൂ. കാരണം സമ്പത്ത് അത് വിലപ്പെട്ടതാണ്, അഭിമാനം അത് വളരെയേറെ വിലപ്പെട്ടതാണ്. എൻ്റെ ശരീരത്തിലോടുന്ന എൻ്റെ സിരകളിലൂടെ സഞ്ചരിക്കുന്ന രക്തം അതെനിക്ക് വിലപ്പെട്ടതാണ്. ഈ പരിശുദ്ധമായ ദിവസത്തിനും മാസത്തിനും ഈ സമയത്തിനും എത്ര പവിത്രതയുണ്ടോ അതേ പവിത്രതയോടെ അതിനെയും നിങ്ങൾ കാണണേ എന്ന് 1500 കൊല്ലം മുമ്പ് മുഹമ്മദ് മുസ്തഫ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങളും തർക്കങ്ങളും അതിര് തർക്കങ്ങളും പ്രശ്നങ്ങളിലൂടെയൊക്കെ നേടാൻ പറ്റിയത് എന്താണ്? എന്താ നേടാൻ പറ്റിയത്? കൊല്ലക്കണക്കിന് കാലമായിട്ട് തൻ്റെ സഹോദരനെയോ തൻ്റെ മാപ്പായോ അല്ലെങ്കിൽ ഉമ്മയെയോ ഒന്ന് നല്ല രീതിയിലൊന്ന് നോക്കാനോ ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിക്കാനോ സാധിക്കാത്ത പ്രശ്നങ്ങളാണ്. ഇതെല്ലാം വന്നത് ഒന്നുമില്ലാതെ വന്ന നമ്മളിൽ നിന്നാണ്. മനസ്സിലായില്ല? ഇതെല്ലാം ഉണ്ടായത് ഒന്നുമില്ലാതെ വന്ന, അഥവാ പ്രസവിച്ച് വീണ ഉടനെ ഒന്ന് ചെരിഞ്ഞ് കിടക്കാൻ പോലും നമുക്ക് കഴിവില്ല. നമ്മളെ ചെരിച്ച് കിടത്തിയാൽ നമ്മളങ്ങനെ കിടക്കും. ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് കമിഴ്ന്ന് കിടക്കുന്നത്. അവിടെ നിന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒന്ന് മുട്ടുകുത്താൻ ശ്രമിക്കുന്നത്, ഇരിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ നിന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തോടടുക്കുമ്പോഴാണ് നമ്മളൊന്ന് പിച്ച വെക്കാൻ തുടങ്ങുന്നത്. നമ്മളെ അഹങ്കാരം എന്നാൽ ഒന്നുമല്ലാത്ത, നമ്മൾ തീരെ നിലയും വിലയും കൽപ്പിക്കാത്തൊരു നാൽക്കാലിയാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചതെങ്കിൽ പെറ്റിങ്ങണ്ട് വീണ ഉടനെ ആദ്യം ചെയ്യണ പണി എന്താ? ഒന്ന് നീച്ച് നിൽക്കാൻ ശ്രമിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒന്നുമല്ലാത്ത ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ ബലഹീനനാണ്, എങ്കിലും അവൻ്റെ അഹങ്കാരത്തിൽ അവൻ രാജാവാണ്. അതുകൊണ്ടാണ് 1500 കൊല്ലം മുമ്പ് മുത്തുനബി അറഫയുടെ മൈതാനത്തിൽ വെച്ച് പറഞ്ഞത്, അന്യൻ്റെ സമ്പത്തും അന്യൻ്റെ രക്തവും അന്യൻ്റെ അഭിമാനവും അത് പരസ്പരം നിങ്ങൾക്ക് ഹറാമാണ്. അതിനെ കാത്തു സൂക്ഷിക്കണം. ഒരാളുടെ അഭിമാനത്തിലും ഒരാളുടെ രക്തത്തിലും ഒരാളുടെ സമ്പത്തിലും നിങ്ങൾ കൈകടത്താൻ പാടില്ല. ഇത്രയും വലിയൊരു മനുഷ്യാവകാശ പ്രഖ്യാപനം ലോകത്തിൻ്റെ ചരിത്രത്തിൽ പിന്നുണ്ടായിട്ടില്ല. സ്വഹാബത്ത് അങ്ങനത്തെ ഒരു പ്രഭാഷണം പിന്നെ കേട്ടിട്ടുമില്ല. അത് തുടങ്ങിയ സമയത്ത് തന്നെ സ്വഹാബത്താകെ വിറച്ചുപോയിന്ന. കാരണം എന്തേ പറഞ്ഞതെന്നറിയോ? ലഅല്ലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദാ, ഈ കൊല്ലം കഴിഞ്ഞ അടുത്ത കൊല്ലങ്ങൾ എന്നെ കാണുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഇതിൻ്റെ കേട്ടപ്പോൾ തന്നെ സ്വഹാബത്ത് തകർന്നു. ഈ ഒരൊറ്റ വാക്കിലൂടെ റസൂലുള്ളാഹി തങ്ങൾ പ്രസംഗം തുടങ്ങുന്നത്. ആരാണ് റസൂലുള്ളാഹി തങ്ങളെ എങ്ങനെ കൊണ്ടു നടന്നവരാ? അബൂബക്കർ തങ്ങൾ.